രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രിക്ക് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും എല്ലാത്തരം അവയവമാറ്റ ശസ്ത്രക്രിയകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കോഴിക്കോട് ചേവായൂരിലെ ത്വക്ക് രോഗ ആശുപത്രി വളപ്പിലെ 20 ഏക്കർ സ്ഥലത്താണ് ആശുപത്രി സ്ഥാപിക്കുന്നത്. അവയവ തകരാറുള്ള ചികിത്സയ്ക്കും അവയവ മാറ്റിവെക്കലിനുമുള്ള സൗകര്യത്തിനായി കോഴിക്കോട് ചേവായൂരിൽ 20 ഏക്കർ സ്ഥലത്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന സ്ഥാപനം ഒരുങ്ങുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചികിത്സ, പരിശീലനം, ഗവേഷണം എന്നീ പ്രവർത്തനങ്ങൾ നടത്തുന്ന പൊതുമേഖലയിലെ പൂർണ്ണ സ്വയംഭരണ സെന്റർ ഓഫ് എക്സലൻസ് ആയി പ്രവർത്തിക്കും. ഫേസ് 1 നിർമ്മാണത്തിനായുള്ള ടെൻഡർ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സിംഗപ്പൂർ, UK, USA എന്നിവിടങ്ങളിലെ വിദഗ്ധർ അടക്കം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിദഗ്ധരെ വിപുലമായ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി കെട്ടിട രൂപകൽപ്പനയും പ്ലാനുകളും ഒരുക്കിയിട്ടുണ്ട്. 299 കോടി രൂപയാണ് ആദ്യഘട്ടത്തിലെ ചെലവ്. ഇതിനു പുറമെ ഉപകരണങ്ങൾക്കായി 99 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. 31 അക്കാദമിക് കോഴ്സുകൾ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതിൽ പലതും രാജ്യത്ത് ആദ്യമായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്പെഷ്യൽ ഓഫീസർ ബിജു പൊറ്റക്കാട്: നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് മാറാൻ പോകുന്ന ഒരു മേഖലയാണ് ഈ അവയവങ്ങളുടെ ഫെയിലറും അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരുന്ന രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനയും. അപ്പോൾ ഇത് മുന്നിൽ കണ്ടാണ് കേരള ഗവൺമെൻറ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനും അവയവം ഫെയിലായിട്ടുള്ള രോഗികൾക്ക് ചികിത്സയ്ക്കും വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കുന്നതായിരിക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.